ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. ഇന്ന് ജാനുവരി 12 വിവേകാനന്ദ സ്വാമികളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള ജന്മദിനം. ഭാരതത്തിൽ ദേശീയ യുവജന ദിനമായിട്ട് ഈ ദിനം നമ്മൾ സമാചരിക്കുകയാണ്. യുവ മനസ്സിനോട് എന്നും വ്യക്തമായ ദിശാബോധത്തിൻ്റെയും കരുത്തിൻ്റെയും സന്ദേശം നൽകിയ മഹാപുരുഷനായിരുന്നു സ്വാമിജി. ഭാരതത്തിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും മൂന്നും നമുക്ക് വ്യക്തമായ ഒരു ഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമായ വഴി സ്വാമിജിയെ പഠിക്കുക എന്നുള്ളതാണ്. തൻ്റെ അന്വേഷണത്തിലൂടെ, ജീവിത തപസ്സിലൂടെ, ഗുരുഭക്തിയിലൂടെ, സാധനയിലൂടെ, യുക്തിപൂർവങ്ങളായ ചോദ്യം ചെയ്യലുകളിലൂടെ എല്ലാം നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദ സ്വാമികളിലേക്കുള്ള പരിണാമം സംഭവിച്ചു. ഭാരതത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ നിരന്തരമായി സഞ്ചരിച്ച് ദരിദ്രരിൽ ദരിദ്രരുടെയും ധനികരിൽ ധനികരുടെയും പണ്ഡിതരുടെയും പാമരുടെയും എന്ന് വേണ്ട എല്ലാവരുടെയും കൂടെ സഹവസിച്ച് കടലോരങ്ങളിലും മലവാരങ്ങളിലും ഒരുപോലെ കഴിഞ്ഞ് ഭാരതത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് സ്വാമിജി അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ പോയത്. അടിമത്തത്തിൽ അമർന്നു കിടന്നിരുന്ന നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ദിശാബോധം നൽകുന്ന മഹാസന്ദേശത്തെ സ്വാമിജി വാരി വിതറി. വലിയൊരു ജൈത്രയാത്രയായിരുന്നു അത്. ആ ജൈത്രയാത്രയ്ക്കൊടുവിൽ ഭാരതത്തിലേക്ക് തിരിച്ചു വന്ന് കരുത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം സ്വാമിജി നൽകി. 9 ബൃഹത് വോളിയങ്ങളിൽ പ്രസിദ്ധീകൃതമായ സ്വാമിജിയുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും കത്തുകളും കവിതകളും എല്ലാം അടങ്ങുന്ന സാഹിത്യം കേവലം 9 വർഷത്തെ പ്രവർത്തനമാണ്. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യുവഹൃദയത്തിലേക്ക് അനിഷേധ്യമായൊരു വൈദ്യുത പ്രസരണം പോലെ ആഴ്ന്നിറങ്ങുന്ന ആശയങ്ങളും ശബ്ദങ്ങളുമാണ് നമുക്ക് അനുഭവപ്പെടുക. ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവസമ്പത്താണ്. ഇന്ന് യുവസമ്പത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്താണ് ഭാരതം. പക്ഷെ പലപ്പോഴും നമുക്ക് എല്ലാ കഴിവും കരുത്തുമുള്ളവരാണ് യുവജനങ്ങളെങ്കിലും വേണ്ട ദിശാബോധം ലഭിക്കാതെ പോകുന്നു. ഒരു ഉദാത്ത മാതൃക നമ്മുടെ മുമ്പിൽ ഇല്ലാതെ പോകുന്നു. ഇവിടെയാണ് വിവേകാനന്ദ സ്വാമികളുടെ പ്രസക്തി വരുന്നത്. എന്നും യുവത്വത്തോട് സംവദിച്ച മഹാപുരുഷൻ പ്രായോഗികതയിൽ, സ്വയം ശാക്തീകരണത്തിൽ, തദ്വാര സമാജത്തിന്റെ ശാക്തീകരണത്തിൽ ഉറച്ചു വിശ്വസിച്ച ആ സന്ദേശം നൽകിയ മഹാപുരുഷൻ. ആ കരുത്തിന്റെ, തപസ്സിന്റെ, സ്വയം ക്രമീകരണത്തിന്റെ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സുദിനത്തിൽ നമ്മളിലേക്ക് ആവാഹിക്കാൻ കഴിയട്ടെ. സാർത്ഥകമായ രാഷ്ട്രത്തിനും
സമൂഹത്തിനും തനിക്കുമെല്ലാം ഒരുപോലെ പ്രയോജനപ്രദമാകുന്ന യുവത്വമായി നമ്മുടെ യുവസമൂഹത്തിൻ്റെ ശക്തിയെ തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കരുത്തിൻ്റെ, സ്വയം സമർപ്പണത്തിൻ്റെ, ക്രമീകരണത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയാണ് പ്രധാനമായും ഈ ഒരു ദിവസം ദേശീയ യുവജന ദിനത്തിൽ നമ്മൾ വേണ്ടത്. നമസ്കാരം.